വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. മാതാവിന് പ്രാർത്ഥിക്കുന്ന പോലെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സഹായം ചോദിക്കുക, ശുദ്ധത പാലിക്കാൻ വേണ്ടി. ഈ പ്രാർത്ഥനയിൽ പറയുന്നൊരു വാക്കാണ് യൗസേപ്പ് പിതാവിനെ വിളിക്കുന്ന പേര് അഡ്രസ് ചെയ്ത് എങ്ങനെയാണ് കണ്ടോ? എങ്ങനെയാണെന്ന് നോക്കിയേ. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും പിതാവുമായ. ആരാണ് കന്യാവ്രതക്കാർ? മാമോദീസ സ്വീകരിച്ച എല്ലാവരും ശുദ്ധതയിലേക്ക് വിളിക്കപ്പെടും. അപ്പം ആരാ കന്യാവ്രതക്കാർ? മാമസഭ എല്ലാവരും. ഇനിയെങ്കിലും പൊട്ടത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കരുത്, കന്യാസികളെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും അപ്പനും. ഒരു പെങ്കൊച്ചിനെ അപ്പൻ സംരക്ഷിക്കാതിരിക്കുമോ? അതാണ് ഔസേപ്പിൻ്റെ ആൾ. അർത്ഥവത്തായിട്ട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിച്ച്. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും പിതാവുമായ മാറിയൗസേപ്പ് പിതാവേ, കുറ്റമില്ലായ്മ തന്നെ ആയിരിക്കുന്ന ഈശോ മിശിഹായും കന്യകകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്യക മറിയവും നിന്റെ വിശ്വാസമുള്ള സൂക്ഷ്യത്തെ ഏൽപ്പിക്കപ്പെട്ടുവല്ലോ. ഈശോ മറിയമെന്ന എത്രയും പ്രിയപ്പെട്ട പണയത്തെക്കുറിച്ച് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നതായത് അശുദ്ധതയൊക്കെയിൽ നിന്ന് എന്നെ കാത്ത് വിശുദ്ധ ഹൃദയത്തോടും നിർമ്മല ശരീരത്തോടും കറകൂടാത്ത ആത്മാവോടും കൂടെ ഈശോ മിശിഹായ്ക്കും മറിയത്തിനും എപ്പോഴും എത്രയും വിശുദ്ധമായ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് കൃപ ലഭിച്ചു തരണമേ. ആമേൻ. എന്ത് മനോഹര പ്രാർത്ഥനയാണ്. നമ്മളത് ഞാനും ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലായ അടുത്ത കാലത്താണ്. ഈ പ്രാർത്ഥന കൂടെ കൂടെ ഒരു സുഹൃദയവും പോലെ ചൊല്ലിയാൽ നമ്മൾ വിശുദ്ധിയിൽ വളരും. ജീവിത അവസ്ഥയ്ക്ക് ചേർന്ന വിധം എല്ലാവരും ശുദ്ധത പാലിക്കണം. വിവാഹിതർ ദാമ്പത്യ ശുദ്ധത പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരാകട്ടെ വിരക്തിയിൽ ശുദ്ധത പാലിക്കണം. വിവാഹം കഴിച്ചവരെങ്ങനെയാണ് ശുദ്ധത പാലിക്കേണ്ടത്? ദാമ്പത്യ ശുദ്ധതയുടെ പാലനം വഴി. മറ്റുള്ളവരോ? വിരക്തിയിൽ, ഇൻക്ലൂഡിങ് മീ, വിരക്തിയിൽ ശുദ്ധത പാലിക്കണം. എന്താണ് വിരക്തി ശുദ്ധത പാലിക്കുന്ന അർത്ഥം? അതിനർത്ഥം മനസ്സിലാകണമെങ്കിൽ വിവാഹിതരുമായി താരതമ്യം ചെയ്യണം. വിവാഹിതർക്ക് ലൈംഗിക സന്തോഷങ്ങൾ അനുവദനീയമാണ്, അല്ലാത്തവർക്ക് തീർത്തും നിരോധിതമാണത്. അതുകൊണ്ട് വിരക്തിയിൽ ശുദ്ധത പാലിക്കുന്ന അർത്ഥം വളരെ സിമ്പിളാണ്. ലൈംഗികമായ യാതൊരു സന്തോഷവും സ്വീകരിക്കാൻ പാടില്ല. ലൈംഗികമായ യാതൊരു തരത്തിലുള്ള ആനന്ദത്തിനും മനസ്സ് കൊടുക്കാൻ പാടില്ല. മനഃപൂർവ്വം അത്തരം എല്ലാ സന്തോഷങ്ങളിൽ നിന്നും അത്തരം എല്ലാ നടപടികളിൽ നിന്നും മനഃപൂർവ്വം സന്തോഷത്തോടെ ബോധപൂർവ്വം മാറി നിൽക്കുന്ന ആളാണ് വിരക്തിയിൽ ശുദ്ധത പാലിക്കുന്ന വ്യക്തി. അത് ആളുടെ പേരെന്താ? വിരക്തനായ ഭർത്താവ്. എന്നുകൊണ്ട് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് അവിടെ അല്ലേ? ഭർത്താവാണോ അവന് ലൈംഗികതയ്ക്ക് അവകാശമുള്ളവനാ? എന്നിട്ട് ഔസേപ്പിനെ വിളിച്ച പേരെന്താ? വിരക്തനായ ഭർത്താവേ എന്ന്. ഭൂലോകത്തിലേക്ക് വെച്ച് സൗന്ദര്യം, ഭൂലോകത്തിലേക്ക് വെച്ച് സൽഗുണങ്ങൾ നിറഞ്ഞ ഒരു ഭാര്യയെ ലഭിച്ചിട്ട് ആ ഭാര്യയുമായി ലൈംഗികമായ യാതൊരു സഹവാസവും നടത്താത്തത് കൊണ്ടാണ് യോസേപ്പ് പുണ്യാളിനെ വിരക്തനായ മാറിയ യോസേപ്പ് എന്ന് വിളിക്കുന്നത്. അവകാശപ്പെട്ടതുപോലും വേണ്ടെന്ന് വെക്കുകയാണ്. ഹല്ലേലൂയ. ആ വിരക്തി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വിവാഹിതരുടെ ദാമ്പത്യത്തെ പറ്റി ആദ്യം പഠിക്കണം. കാരണം സെക്സ് ഈസ് ഓറിയന്റഡ് ടു മാരേജ്. അതുകൊണ്ട് വിരക്തി മനസ്സിലാക്കുന്നതിന് മുമ്പ് അതിന് പശ്ചാത്തലമായി വിവാഹിതരുടെ ദാമ്പത്യത്തെ പറ്റി പഠിക്കാൻ പോവുകയാണ്. CCC 2362 ആണ് ഹെഡിങ്. വായിക്കുക: ഭാര്യ ഭർത്താക്കന്മാരുടെ
ദാമ്പത്യ ധർമാനുഷ്ഠാനം മഹനീയം. സഭയുടെ എന്തൊരു മനോഹരവും ബാലൻസ്ഡ് ആയ ടീച്ചിങ് ആണ്. സെക്സിനെ കത്തോലിക്ക സഭ ഒരിക്കലും നെഗറ്റീവായി അവതരിപ്പിക്കാറില്ല. അത് മോശമാണെന്ന് ഒരിക്കലും പറയുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ദൈവം സെക്സ് സ്ഥാപിക്കുന്നത് കാണാൻ പറ്റും. ഉൽപ്പത്തി 1:27. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു, സന്താന പുഷ്ടിയുള്ളവരെ പെരുകുവിൻ അവിടുന്ന് അവരെ കൽപ്പിച്ചു. കണ്ടോ? അപ്പോൾ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കുക എന്നതിനൊരു അർത്ഥം കൂടെ ഉണ്ട്, പ്രത്യേക അർത്ഥമുണ്ട്. ലൈംഗികത ദൈവം സ്ഥാപിച്ചു എന്നാണ് അർത്ഥം. അതിന് ഒരു വലിയ പ്രത്യേകത എന്താ? അത് ദൈവത്തിൻ്റെ ഛായയാണ്. ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ? ദൈവം എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും കർത്താവാണ്. സകല ജീവജാലങ്ങളുടെയും സൃഷ്ടിജാലങ്ങളുടെയും ഉറവിടമാണ് ദൈവം. സൃഷ്ടിക്കുകയാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. അതാണ് ഇന്നലെ ഞാൻ ചോദിച്ചില്ല, എന്താണ് ദൈവം? സൃഷ്ടികർത്താവ്. ദൈവത്തിൻ്റെ ഛായയാണ് ഈ ലൈംഗികത എന്നൊരു തരത്തിലൂടെ പറയാം. കാരണം എന്താ? ലൈംഗികത, സെക്സ് ഈസ് ഓൾവേസ് ഓറിയന്റഡ് ടു ക്രിയേഷൻ. സെക്സിന്റെ ഉദ്ദേശം, പ്രഥമ ഉദ്ദേശം സൃഷ്ടിയാണ്, പ്രപഞ്ച സൃഷ്ടിയാണ്, വംശവർദ്ധനമാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി 1:27 നമ്മൾ വായിക്കുന്നത്, അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, അവിടുന്ന് അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുക. സ്ത്രീയും പുരുഷനും കൂടെ വിവാഹം എന്ന വിശുദ്ധ കൂദാശ വഴി ഐക്യപ്പെട്ടുകൊണ്ട് മക്കൾക്ക് ജന്മം കൊടുക്കണം. ഇതാണ് ദൈവത്തിൻ്റെ മനോഹരമായ പദ്ധതി. സ്ത്രീയും പുരുഷനും കൂടെ വിവാഹം എന്ന പരിശുദ്ധ കൂദാശയാൽ ഐക്യപ്പെട്ടുകൊണ്ട് മക്കൾക്ക് ജന്മം കൊടുക്കണം. അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഒപ്പം അതിന് സമാനമായ ഒരു ലക്ഷ്യം കൂടെ ഉണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്നേഹം പങ്കുവയ്ക്കാനും കൂടെയുള്ള ഒരവസരമാണത്. ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്നേഹം പങ്കുവയ്ക്കാനും മക്കൾക്ക് ജീവൻ കൊടുക്കാനുമാണ് സെക്സ്. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ധാർമ്മിക ദൈവശാസ്ത്രം ഉപയോഗിക്കുന്ന 2 വാക്കാണ്: സ്നേഹവും ജീവനും ഏകുക. അപ്പോൾ സെക്സ്, ലൈംഗികത ന്യായീകരിക്കപ്പെടണമെങ്കിൽ 2 ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം: സ്നേഹവും ജീവനുമേകുക. ജീവിത പങ്കാളിക്ക് സ്നേഹമേകുക, മക്കൾക്ക് ജീവനേകുക. ഈ 2 ലക്ഷ്യവും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് ഭാര്യ ഭർത്താക്കൾക്ക് ഉണ്ടായിരിക്കണം. വിവാഹം കഴിച്ചവർക്കെല്ലാം ലൈംഗികതയ്ക്ക് അവകാശമുണ്ട്. പക്ഷേ ലൈംഗികതയിൽ ഏർപ്പെടുമ്പോൾ ഓരോ സമയത്തും ജീവനേകാനും സ്നേഹമേകാനും എന്ന 2 ലക്ഷ്യം ബോധപൂർവ്വം അവർക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവരുടെ എല്ലാ ലൈംഗിക പ്രവൃത്തികളും അധാർമികമായി പോകും. ഇതാണ് കത്തോലിക്ക സഭ അടിവരയിട്ട് പഠിപ്പിക്കുന്ന ധർമ്മശാസ്ത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? സെക്സിന് ന്യായീകരിക്കാൻ ഒരേ ഒരിടം വിവാഹം. വിവാഹത്തിൽ മാത്രമേ സെക്സിന് പ്രസക്തിയുള്ളൂ. കാരണം എന്താ? സെക്സിന്റെ പ്രഥമ ഉദ്ദേശം ജീവനേകുക എന്നതാണ്. വിവാഹത്തിൽ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. ജീവനേകാൻ വേണ്ടി ഒന്നായി ചേർന്ന 2 പേരാണ് വിവാഹത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ. ജീവനേകാൻ, സ്നേഹമേകാൻ. സ്നേഹം എന്ന് പറയുന്ന അർത്ഥം എന്താണ്? അതിന് കത്തോലിക്ക സഭയുടെ മതഗ്രന്ഥത്തിൽ 402 പറയാണ്, ലവ് ഈസ് ദി ഫ്രീ സെൽഫ് ഗിവിംഗ് ഓഫ് ദ ഹാർട്ട്. സമ്പൂർണമായ ആത്മദാനം അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ കൊടുക്കലാണ് സ്നേഹം. വിവാഹത്തിലാണ് ശരിക്കും നടക്കുന്നുള്ളൂ. മറ്റുള്ളതെല്ലാം അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് രൂപം മാത്രമാണ്. പ്രേമമായാലും അവിഹിത ബന്ധങ്ങളായാലും അതെല്ലാം വെറുതെ പ്ലാസ്റ്റിക് രൂപങ്ങളാണ്. ശരിക്കും ഹൃദയം പങ്കാളിക്ക് കൊടുക്കുന്ന വിവാഹം എന്ന കുദാശ സ്വീകരിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് താഴെ എഴുതിയിട്ടുണ്ട്, ടു ഹാവ് എ ഹാർട്ട്
full of love means to be so pleased with something that one emerges from oneself and devotes oneself to it. അവനവനിൽ നിന്ന് പൂർണ്ണമായി പുറത്ത് കടന്ന് അവരനെ സ്നേഹിക്കുന്നതാണ് സ്നേഹം. അവനവനിൽ നിന്ന് പൂർണ്ണമായി പുറത്ത് കടന്ന് അവരനെ നിഷ്കാമമായി നിസ്വാർത്ഥമായി സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. അത് വിവാഹത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ പ്രണയബന്ധങ്ങളിലും മറ്റെല്ലാ സ്നേഹബന്ധങ്ങളിലും എപ്പോഴും ഇറ്റ് ഈസ് ഓറിയൻറ്റഡ് ടു സെൽഫിഷ്നെസ്. എന്തെങ്കിലും നേട്ടം എനിക്ക് ഉണ്ടാക്കണം ആ വ്യക്തിയെ കൊണ്ട്, അയാളെ കൊണ്ട് എനിക്ക് മുതലെടുക്കണം, അയാൾ വഴി എനിക്ക് സുഖിക്കണം എന്ന ലക്ഷ്യം എപ്പോഴും ഉണ്ട് മറ്റെല്ലാ ഫ്രണ്ട്ഷിപ്പിലും. അതുകൊണ്ടാണ് അവയെല്ലാം അശുദ്ധമായി പോകുന്നത്. വേറെ മറിച്ച് വിവാഹത്തിലെ സ്നേഹം യഥാർത്ഥ സ്നേഹം. ഇനി മാത്രമല്ല ഒരൊറ്റ പ്രസക്തിയേ ഉള്ളൂ വിവാഹത്തിൽ. ഞാൻ പറയുന്ന പോയിന്റ് ഇതായിരുന്നു. CCCയുടെ 400 ഖണ്ഡിക പറയുന്നത് ഇങ്ങനെയാണ്: ആദത്തിൻ്റെ പാപത്തിൻ്റെ ഫലമായി സ്ത്രീ പുരുഷ ബന്ധത്തിൽ, അതായത് ആണും പെണ്ണും തമ്മിൽ തോന്നുന്ന സ്നേഹത്തിൽ ലൈംഗിക ദുരാശ എന്ന വിഷം കലർന്നിരിക്കുകയാണ്. ലൈംഗിക ദുരാശ എന്ന വിഷം സ്ത്രീ പുരുഷ ആകർഷണത്തിൽ കലർന്നിരിക്കുകയാണ്. ആ വിഷം മാറ്റാൻ ഏക വഴിയാണ് വിവാഹം എന്ന കൂദാശ വഴി ലഭിക്കുന്ന പ്രസാദവരം. അതുകൊണ്ട് സെക്സിനെ ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റുകയില്ല വിവാഹത്തിലല്ലാതെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിവാഹത്തിലോ അത് ശ്രേഷ്ഠവുമാണ്, പക്ഷെ അതിന് നിയമങ്ങളുണ്ട്. അതാണ് നമ്മൾ വായിച്ചത്. വീണ്ടും വായിക്കുക. ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്യ ധർമാനുഷ്ഠാനം മഹനീയം. അതിൻ്റെ ആ വാചകം മുഴുവൻ വായിക്കാം, ചേർന്ന് വായിക്കാം, സ്വരവർത്ത് വായിക്കുക. ഭാര്യ ഭർത്താക്കന്മാരുടെ ഗാഢവും നിർമ്മലവുമായ സംയോഗം യാഥാർത്ഥ്യമാക്കുന്ന വൈവാഹിക പ്രവർത്തികൾ മഹനീയവും ആദരണീയവുമാണ്. ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അവിടെ എന്താ എഴുതിയിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ നിർമ്മലമായ സംയോഗം യാഥാർത്ഥ്യമാക്കുന്ന വൈവാഹിക പ്രവർത്തികളാണ് മഹനീയം. ഭാര്യാഭർത്താക്കന്മാരായതിൻ്റെ പേരിൽ അവർ ചെയ്യുന്ന ഏത് കാര്യവും മഹനീയമാകുകയില്ല. ഗാഢവും നിർമ്മലവുമായ സംയോഗം യാഥാർത്ഥ്യമാക്കുന്ന വൈവാഹിക പ്രവർത്തികൾ മാത്രമാണ് മഹനീയമാകുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? സംയോഗത്തിലൂടെ എന്ത് സംഭവിക്കുന്നു? ഒരു പുതിയ ജീവൻ ഉണ്ടാകും. ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണെങ്കിൽ ഒരു സംയോഗത്തിലൂടെ ഒരു പുതിയ ജീവൻ ഉണ്ടാകും. എല്ലാ സംയോഗത്തിലും പുതിയ ജീവൻ ഉണ്ടാകുകയില്ല, അതൊക്കെ ദൈവം സംവിധാനം ചെയ്ത് വെച്ചിട്ടുണ്ടല്ല. പക്ഷെ സംയോഗത്തിൻ്റെ ലക്ഷ്യം ഒരു പുതുജീവനാണ്. അപ്പോൾ പുതുജീവൻ ലക്ഷ്യമാക്കാതെയുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ ലൈംഗിക പ്രവർത്തികൾ പോലും അധാർമികമാകും. വീണ്ടും വായിച്ചു നോക്കിയേ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഗാഢവും നിർമ്മലവുമായ സംയോഗം യാഥാർത്ഥ്യമാക്കുന്ന വൈവാഹിക പ്രവർത്തികൾ മഹനീയവും ആദരണീയവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കുക. സഭാപിതാക്കന്മാർ എന്നൊരു ഗണം കത്തോലിക്ക സഭയിലുണ്ട്. ആദ്യ നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്ന അതിവിശുദ്ധരും അതിജ്ഞാനികളുമായവർക്ക് സഭ കൊടുത്ത പ്രത്യേക പദവി പേരാണ് സഭാപിതാക്കന്മാർ. അവരുടെ അഭിപ്രായത്തിൽ 2 ബലിപീഠങ്ങളാണ് ലോകത്തിലുള്ളത്. ഒന്ന്, ഇടവക ദേവാലയത്തിൽ എന്നും പുരോഹിതൻ യേശുവിൻ്റെ ജീവൻ അർപ്പിക്കുന്ന ബലിപീഠം. മറ്റൊരു ബലിപീഠം കൂടെ ഉണ്ട്. ഗാർഹിക ദേവാലയമായ ക്രൈസ്തവ കുടുംബത്തിൽ ആ കുടുംബനാഥനായ അപ്പനും അമ്മയും അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടെ അവരുടെ ദാമ്പത്യത്തിന്റെ ഭാഗമായി അവരുടെ ബെഡ്റൂമിൽ അർപ്പിക്കുന്ന ബലി. അപ്പോൾ സഭാപിതാക്കന്മാരുടെ കാഴ്ചപ്പാടിൽ ദേവാലയത്തിലെ ബലിപീഠത്തിന് തുല്യമായ ഒരു ബലിവേദിയാണ് കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ബെഡ്. അപ്പോൾ ദേവാലയത്തിലെ ബലിപീഠത്തിന് സമാനമായ ഒരു ബലിപീഠമാണ് വിശുദ്ധ വിവാഹ ജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ബെഡ്. ദേവാലയത്തിലെ ബലിപീഠത്തിൽ യേശുവിൻ്റെ ജീവൻ
മനുഷ്യകൾ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി അർപ്പിക്കപ്പെടുമ്പോൾ ഗാർഹിക ദേവാലയമായ ക്രിസ്തീയ കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ബെഡിൽ അവർ രണ്ടുപേരുടെയും ജീവിതങ്ങൾ മക്കൾക്ക് ജീവനുണ്ടാകാൻ വേണ്ടിയും പങ്കാളിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയും ബലിയിടപ്പെടുന്നു. ബലി നിസ്വാർത്ഥതയുടെ പ്രതീകമാണ്, സ്വാർത്ഥതയില്ലായ്മയുടെ അടയാളമാണ്. അതിനാൽ ഭർത്താവ് ഭാര്യയുടെ നന്മയ്ക്ക് വേണ്ടിയും ഭാര്യ ഭർത്താവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും രണ്ടുപേരും കൂടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയും തങ്ങളുടെ ജീവിതം ബലി കഴിക്കുന്ന ബലിവേദിയാണ് അവരുടെ ലൈംഗിക പ്രവർത്തികൾ. ഇത്രയും മനസ്സിലാക്കിയാൽ ഇനി നിങ്ങൾക്ക് വേഗം പിടികിട്ടും എന്താണ് ഈ വിരക്തി. നമുക്ക് നോക്കാം. ലൈംഗിക സുഖത്തെ അതിൻ്റെ ലക്ഷ്യങ്ങളായ പ്രജനനത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും വേർതിരിച്ച് സന്തോഷത്തിന് വേണ്ടി മാത്രം തേടുമ്പോൾ അത് ധാർമ്മികമായി ക്രമം തെറ്റിയതാകുന്നു. വിവാഹിതരെ പറ്റിയാണ് ഈ പറയുന്നത്. അവര് പോലും ഈ രണ്ട് ലക്ഷ്യങ്ങൾ ഒന്നിൻ്റെ അഭാവത്തിൽ അവരുടെ ദാമ്പത്യത്തിൽ ഏർപ്പെട്ടാൽ അധാർമികമായി പോകും. അങ്ങനെയാണെങ്കിൽ സെക്സ് പൂർണ്ണമായി നിരോധിതമായിരിക്കുന്നു മറ്റുള്ളവർക്ക്. വിവാഹം കഴിക്കാത്തവർക്ക് ലൈംഗികത, സെക്സ് പരിപൂർണമായി നിരോധിക്കപ്പെട്ട കാര്യമാണ്. അവർ ഏതെങ്കിലും ലൈംഗിക സന്തോഷത്തിലേക്ക് പോയാലോ എത്ര ഗുരുതരമായിരിക്കും അത്. അത് കത്തോലിക്ക തിരുസഭ 4 പ്രധാന മേഖലകൾ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, പാരഗ്രാഫ് നമ്പർ 2390. സ്വയംഭോഗം, അവിവാഹിത വേഴ്ച, അശ്ലീലകല, സ്വവർഗഭോഗ പ്രവൃത്തികൾ എന്നിവ ശുദ്ധതയ്ക്കെതിരായ ഗൗരവപൂർണമായ പാപങ്ങളാണ്. ഇത് 4 ശുദ്ധതയ്ക്കെതിരായ ഗൗരവമേറിയ പാപം എന്ന് സഭ പഠിപ്പിക്കാൻ കാരണം എന്താണ്? ഇതൊന്നും ഗൗരവമുള്ളതല്ലെന്നും ഇതൊന്നും പാപമേ അല്ലെന്നും ആണ് ലോകം പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നത്. അതുകൊണ്ടാണ് സഭ ഇടപെട്ട് പറയുന്നത് ഇവയെല്ലാം സാധാരണ പാപങ്ങൾ മാത്രമല്ല ഗൗരവാപകമായ പാപങ്ങളാണ്. 4 എണ്ണമാണ് പറയുന്നത്. ആദ്യത്തേത് സ്വയംഭോഗം. വായിക്കാം താഴെ. ലൈംഗിക സുഖം ലഭിക്കുന്നതിന് വേണ്ടി ജനനേന്ദ്രിയങ്ങളെ മനഃപൂർവ്വം ഉദ്ദീപിക്കുന്നതാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. ഉദ്ദീപിപ്പിക്കുന്നതിനാണ് സ്വയംഭോഗം. അപ്പം ജനനേന്ദ്രിയങ്ങളെ, ജെനിറ്റൽ ഓർഗൻസ്, സെക്ഷൽ ഓർഗൻസ് ലൈംഗിക സുഖം അനുഭവിക്കാൻ വേണ്ടി ഉദ്ദീപിപ്പിക്കുക, അതാണ് സ്വയംഭോഗം. ഇത് സഭ പഠിപ്പിക്കുന്ന വിശദീകരണമാണ്. സ്വയംഭോഗം ഗൗരവമേറിയ പാപമാണെന്ന് സഭയുടെ നിരന്തരമായ പ്രബോധനം മാത്രമല്ല, വിശ്വാസിയുടെ മനസ്സാക്ഷി സ്വരവും അത് തന്നെയാണ് പറയുന്നത്. അതാണ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഗൗരവപൂർണ്ണമായ ക്രമം തെറ്റിയ പ്രവൃത്തിയാണ് സഭയുടെ നിരന്തരവും പരമ്പരാഗത പ്രബോധനവും വിശ്വാസികളുടെ ധാർമ്മിക ബോധവും അസന്നിഗ്ധമായും ഉറപ്പായും സമർത്ഥിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഡിബേറ്റ് ഒന്നും ഇനി ആവശ്യമില്ല, അഭിപ്രായം അറിയേണ്ട കാര്യമില്ല. അതങ്ങനെ തന്നെ. നിങ്ങളോട് ചോദിക്കട്ടെ, ആർക്ക് പറയാൻ പറ്റും എന്തുകൊണ്ടായിരിക്കും സ്വയംഭോഗത്തെ ഇത്രമാത്രം ഗൗരവമായി കുറ്റം പറയാൻ കാരണം? അത് നേരത്തെ പറഞ്ഞില്ലേ, ഭാര്യാഭർത്താക്കന്മാരുടെ ലൈംഗികതയ്ക്ക് പോലും ധാർമ്മികമായ ബലം ഉണ്ടാകണമെങ്കിൽ ജീവനും സ്നേഹവും ഏകാൻ കഴിയണം. ജീവനും സ്നേഹവും ഏകാത്ത എല്ലാ ലൈംഗിക വ്യാപാരങ്ങളും അധാർമികമാണ്, ഭാര്യാഭർത്താക്കന്മാരുടെ പോലും. അങ്ങനെയെങ്കിൽ പിന്നെ വിവാഹം കഴിക്കാത്ത വ്യക്തിയോ വിവാഹം കഴിച്ച വ്യക്തിയോ സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം ലൈംഗികത തേടുമ്പോൾ എത്രമാത്രം ഗുരുതരമാണെന്ന് നോക്കുക. അത് ആട്ടർ സെൽഫിഷ്നെസ് കൊണ്ട് സ്വയംഭോഗം ഗൗരവമാവാൻ കാരണം അതിൽ ജീവനേകലില്ല, സ്നേഹമേകലില്ല, മറിച്ച് ലൈംഗികതയുടെ ദുരുപയോഗം മാത്രം. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാരെ പറയുന്നത് എന്താണ്? സെൽഫ് അബ്യൂസ്, അബ്യൂസിങ് വൺ സെൽഫ്. സുബോധമുള്ള ആർക്കും ചെയ്യാൻ പറ്റിയല്ല. താൻ ആരാണെന്ന് ബോധമുള്ളവൻ ഒരിക്കലും ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആരെങ്കിലും നിർഭാഗ്യവശാൽ ഈ പാപത്തിന് അടിമകളാണെങ്കിൽ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്തുകൊള്ളുക. 2ാമത്തെ പാപം വായിച്ചു. അവിവാഹിത വേഴ്ച.
പേജ് 55 ലാസ്റ്റ്. അവിവാഹിത വേഴ്ച. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധമാണ് അവിവാഹിത വേഴ്ച. അതിന് കാരണം ആ സെക്ഷൻ്റെ ഏറ്റവും മോളിൽ പറയുന്നത് 2390 അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വിവാഹ ജീവിതത്തിനുള്ളിൽ മാത്രമാണ് ലൈംഗിക ബന്ധം നടക്കേണ്ടത്. വിവാഹത്തിന് പുറത്ത് അത് ഗൗരവപൂർണമായ പാപമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അവിവാഹിത വേഴ്ച കട്ടുതീറ്റയ, കട്ടുമുട്ടിക്കല, നട്ടലില്ലാത്തൊരു അടയാളമാണത്. വിവാഹം കഴിച്ച് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പങ്കാളിയോട് ജീവിക്കാനുള്ള നട്ടലില്ലാത്ത നാണം കെട്ടവൻ അടയാളമാണത്. അശ്ലീല കല, പൊണോഗ്രഫി. വായിക്കാം. ലൈംഗിക ക്രിയകളെ അവയുടെ പങ്കാളിയുടെ സ്വകാര്യതയിൽ നിന്നും വേർപെടുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ മനഃപൂർവ്വം പ്രദർശിപ്പിക്കുന്നതാണ് അശ്ലീല കല. രണ്ട് ജീവിത പങ്കാളികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം വിൽപ്പനച്ചരക്കാക്കി മാറ്റുന്ന വ്യക്തി ഗൗരവപൂർണമായ പാപം ചെയ്യുന്നു. ഇത് ബ്രാക്കറ്റിൽ വായിച്ച് പോണം കേട്ടോ അന്നി. UCAT 412 കത്തോലിക്ക സഭ യുവജനങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധം ചെയ്ത പുസ്തകത്തെ പേരാണ് UCAT, യൂത്ത് കാറ്റക്കിസം. ബെനഡിക്ട് പാപ്പ പ്രത്യേകം യുവജനങ്ങൾക്ക് വേണ്ടി മുൻകൈയെടുത്ത് തയ്യാറാക്കിയ പുസ്തകമാണ്. അതിൽ പറയുന്നതാണ് ഈ വായിച്ചത്. എന്താണ്? രണ്ട് ജീവിത പങ്കാളികൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന വ്യക്തി ഗൗരവപൂർണമായി പാപം. അതായത് ഒരു അശ്ലീല രംഗം നീ ഒരു സെക്കൻഡ് കാണുമ്പോൾ നീ ഒരു യഥാർത്ഥ വ്യഭിചാരം ചെയ്യും. കാരണം എന്താ? യേശുക്രിസ്തു എന്താ പറഞ്ഞത്? മത്തായി 5:27 വ്യഭിചാരം ചെയ്യരുതെന്ന് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നുവെച്ചാൽ വ്യഭിചാരം എന്ന വാക്കിന് അർത്ഥം എന്താ? ഒരു സ്ത്രീയും അന്യപുരുഷനുമായുള്ള സെക്ഷ്വൽ ഇന്റർകോഴ്സ്, ലൈംഗിക വേഴ്ചയാണ്. കർത്താവ് അത് ഭേദഗതി ചെയ്തിട്ട് പറയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. ഹൃദയത്തിൽ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ഭാവത്തെക്കാളും കൂടുതൽ ഗൗരവമാണ്. കാരണം പാപത്തിന്റെ ഉറവിടം ഹൃദയമാണ്. ആസക്തിയോടെ നോക്കുന്നതിന്റെ അർത്ഥം എന്താ? ആ വ്യക്തിയെ ഞാൻ ശരിക്കും ദുരുപയോഗിക്കുകയാണ്. ആ വ്യക്തിയുടെ സൗന്ദര്യവും ആ വ്യക്തിയുടെ ആ വ്യക്തിത്വവും ഞാൻ എനിക്ക് സുഖിക്കാനുള്ള ഒരു ഉപകരണമാക്കുകയാണ്. ആ വ്യക്തിയെ ശരിക്കും നശിപ്പിക്കുകയാണ് ഒരു നോട്ടം. അപ്പൊ വസ്ത്രം ധരിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നത് വ്യഭിചാരമാണെങ്കിൽ, നഗ്നത കാണാൻ മനഃപൂർവ്വം നെറ്റിലൂടെ പരതുന്നവർ എത്ര വലിയ വ്യഭിചാരികളായിരിക്കും. അതുകൊണ്ടാണ് തൊട്ട് താഴത്തെ കണ്ണിക വായിച്ചു നോക്കിക്കേ. UCAT 412 അടുത്ത കണ്ണിക. അശ്ലീല സാഹിത്യം വ്യഭിചാരത്തിന്റെ തരം താഴ്ത്തപ്പെട്ട ഒരു രൂപമാണ്. കണ്ടോ? അത് വ്യഭിചാരം തന്നെയാണിത്. അത് വ്യഭിചാരം തന്നെയാണ്. അത്തരം അശ്ലീല വിഭവങ്ങൾ ഉപയോഗിക്കുകയോ അത്തരം വെബ്സൈറ്റുകൾ നോക്കുകയോ അത്തരം സംഭവങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്യുന്ന ആരും വേശ്യാവൃത്തിയുടെ വിപുലമായ വൃത്തത്തിൽ തന്നെ കണ്ടെത്തുന്നു. എന്ന് വെച്ചാൽ പൊണോഗ്രഫി കാണുന്ന ആള് യഥാർത്ഥത്തിൽ വ്യഭിചാരിയാണ്. നിങ്ങളിപ്പോൾ നെറ്റ് ദുരുപയോഗിച്ച് ഒരു അശുദ്ധ രംഗം കണ്ട് രസിക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, ഭാവിയിൽ നിങ്ങളുടെ കുടുംബം തകർന്നരിപ്പണമാകും. ഇവിടെ ഒരു ബിഷപ്പ് ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടു. ഒരു അബൈഡിൽ പ്രസംഗിച്ചതാണ്. ലേറ്റസ്റ്റ് സ്റ്റഡി പറയുന്നത് പോൺ അഡിക്റ്റ് ആയിട്ടുള്ളവർക്ക് ബ്രെയിൻ ഡെത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. തന്നെയുമല്ല, ഈ പോൺ കണ്ട് ശീലിച്ചവർക്ക് നോർമൽ സെക്സ് അരോചകമായി തീരും വിവാഹത്തിൽ. അത് ഓവർ ഡോസ് മരുന്ന് കഴിച്ചവർക്ക് സാധാരണ മരുന്ന് ഏശാത്തതുപോലെ പൊണോഗ്രഫി കണ്ട് രസിച്ചവർക്ക് വിവാഹ ജീവിതത്തിൽ ഒരിക്കലും സംതൃപ്തി ഉണ്ടാകുകയില്ല. വിവാഹ ജീവിതം നരകമായിരിക്കും അവർക്ക്. അത് പൊണോഗ്രഫി അത്രമാത്രം പൈശാചികമാണ്. $multi-billion ബിസിനസ്. ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ആണ് സെല്ലിങ് സെക്സ്.
അതുകൊണ്ട് അതിന് അഡിക്റ്റ് ആയിട്ടുള്ളവർ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയുള്ള ദിവസങ്ങൾ സമയങ്ങളും കരഞ്ഞ് 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 പ്രാർത്ഥിച്ചാൽ കർത്താവ് രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനത്തേത് 56-ാം പേജിൽ 4-ാമത്തേത് വായിക്കുക. സ്വവർഗ ഭോഗ പ്രവൃത്തികൾ വായിക്കുക. ഒരുവൻ സ്ത്രീയോടുകൂടെ എന്ന പോലെ പുരുഷനോടുകൂടെ ശയിച്ചാൽ ഇരുവരും ഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അവരെ വധിക്കണം, അവരുടെ രക്തം അവരുടെ മേലായിരിക്കട്ടെ. അത് ലേവിയുടെ പുസ്തകത്തിൽ നിന്നാണ്. ഇനി പുതിയ നിയമത്തെ പറ്റി എന്ത് പറയുന്നു നോക്കാം. വായിക്കുക. അസാന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്വവർഗഭോഗികൾ ദൈവരാജ്യം അവർക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ആണും തമ്മിലും പെണ്ണും തമ്മിലുള്ള ലൈംഗിക വ്യാപാരങ്ങളെയാണ് സ്വവർഗഭോഗം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം ആദിയിൽ മനുഷ്യനെ തൻ്റെ ഛായ സൃഷ്ടിച്ചെന്നും സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചെന്നും അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടി പെരുകുക എന്ന് നമ്മൾ വായിച്ചു കേട്ടില്ല. ഉൽപ്പത്തി 1:27. ദൈവത്തിൻ്റെ പദ്ധതി അതാ. പെണ്ണും തമ്മിലും ആണും തമ്മിലുള്ള എല്ലാവിധ ലൈംഗിക ബന്ധങ്ങളും ആകർഷണങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ക്രമത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് സഭ അത് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ വിധിയുടെ മുമ്പിൽ അതെല്ലാം നിഷ്പ്രഭമാണ്. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളെ ഒരിക്കലും ന്യായീകരിക്കരുത്. അത്തരം വൈകൃതങ്ങൾക്ക് ഇപ്പോഴും പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് രക്ഷ കണ്ടെത്തിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു തന്നെ പറഞ്ഞില്ലേ, നമ്മൾ വായിച്ചതാ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി.